ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, ഈ ഇതിന്റെ ആഴം അതിങ്ങനെ വല്ലാത്ത തരത്തിൽ കൂടുകയാണല്ലോ. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പോൾ ഷിയാസ് കരീമിന്റെ കാര്യവും ഇപ്പോൾ ഇബ്രാഹിം കുട്ടി ഉറപ്പിച്ച് പറയുന്നു. ഷിയാസ് കരീം പറയുന്നത് മുഴുവൻ കളവാണ്. അദ്ദേഹത്തിന് ഈ ഗോൾഡ് ബിസിനസ്സിൽ കൃത്യമായി അനസുമായി ബന്ധമുണ്ട് എന്നൊക്കെയാണ് ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ. അപ്പോൾ നമ്മൾ ആദ്യം ഔറംഗസേബിന്റെ സംസാരത്തിൽ തുടങ്ങിയതാണ്. ആ അഭിമുഖത്തിന്റെ കൂടുതൽ ആഴങ്ങളിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. എന്തോ തീർച്ചയായും. കാരണം ഇപ്പോൾ ഇബ്രാഹിം കുട്ടി പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ, കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസുകൾ, ഈ പല കേസുകളിലും പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവന്റെ പങ്ക് ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഔറംഗസേബ് ഒരു സാധാരണ ഒരു അഭിമുഖമായി പെരുമ്പാവൂർ അനസിനെതിരെ മാത്രമല്ല, കൊച്ചിയിലെ അധോലോക കേന്ദ്രത്തെ കുറിച്ച് നൽകിയ അഭിമുഖത്തിൽ അതിനെ തുടർന്ന് നമ്മൾ ഇത്രയും വലിയൊരു ആഴത്തിലുള്ള ഒരു സംഭവമാണ് ഇതെന്ന് തുടക്കത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീടാണ് ഈ കേസിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയത്. ഇതിന്റെ ഈ സിനിമാ ബന്ധങ്ങൾ, അതോടൊപ്പം രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം, ഇക്കാര്യം ഇബ്രാഹിം കുട്ടിയും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആരൊക്കെ തമ്മിലുള്ള ബന്ധം എന്ന് ഇബ്രാഹിം കുട്ടി പൂർണ്ണമായും തുറന്നു പറയുന്നില്ല. അതിനകത്ത് ഒരു പക്ഷേ ഇബ്രാഹിം കുട്ടി ഉൾപ്പെട്ടിട്ടുള്ള കേസുകളാകാം, അതല്ലെങ്കിൽ ഇപ്പോൾ നിലവില് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസുകളാകാം. അതുകൊണ്ടായിരിക്കാം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഇബ്രാഹിം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചുവെക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഒരു പരിധിവരെയും ഈ അനസിന്റെ ആ സംഘത്തിൽ നിന്നും പിന്മാറി ഇവർ മാറി, ചിലരൊക്കെ മറ്റു പല ഇത്തരം ഇടപാടുകളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്, ഉണ്ടാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറിയിട്ടുണ്ട്, സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരു കാര്യം നടുക്കമുണ്ടാക്കുന്നതാണ്, പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവൻ സാധാരണ ഒരു കൊട്ടേഷൻ പ്രവർത്തനം മാത്രമല്ല നടത്തുന്നത്, ഒരു പരിധി വരെയും രാജ്യദ്രോഹ കുറ്റങ്ങൾ, ആ രീതിയിൽ കണക്കാക്കാവുന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളിലും പെരുമ്പാവൂർ അനസിന്റെ പങ്കു പുറത്തു വരുന്നു. അനസിന്റെ വിശ്വസ്തരായിട്ടുള്ള ഇബ്രാഹിം കുട്ടിയും ഔറംഗസേബും നിഷിലും ഇട്ടനുമൊക്കെ നൽകിയ വെളിപ്പെടുത്തലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തുറന്നു പറച്ചിലുകൾ ഏറെ ഗൗരവമുള്ളതെന്നാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പെരുമ്പാവൂർ അനസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പരാതികളൊക്കെയാണ് മുൻ സംഘങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ 2 പേർ എത്തിയിരിക്കുന്നു. ഒരാൾ ഭീഷണി ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഉന്നയിച്ച് പോലീസിനെ സമീപിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പരാതികളും കൂടുതൽ വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വരികയാണ്. ടോം കുര്യാക്കോസാണ് ഈ വാർത്തയുടെ പിന്നാലെ പോയതും ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ന്യൂസ് ഫ്രണ്ട്സ് ഇവിടെ